ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പ്ലാന്റിനെ പറ്റിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കും ഇത് ഫ്രഷ് ആയിട്ട് കിട്ടിയ ഒരു പ്ലാന്റ് ആണ്. ഇതിനെപ്പറ്റി കൂടുതലൊരു ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് അറിയില്ല. അപ്പോൾ ഇതിൻ്റെ കെയറിങ് പ്രൊപ്പഗേഷനൊക്കെ നമുക്ക് അറിയുന്ന രീതിയിൽ മാത്രമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പം ഈ ഒരു പ്ലാന്റിന്റെ പേര് ട്യൂബറസ് ബിഗോണിയ എന്നാണ്. ബിഗോണിയയുടെ തന്നെ നല്ലൊരു വെറൈറ്റിയാണ്. ബിഗോണിയയുടെ ഒത്തിരി പ്ലാന്റിന്റെ നമുക്ക് വെറൈറ്റീസ് നമുക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. റെക്സ് ബിഗോണിയ, കെയിൻ ബിഗോണിയ, വാക്സ് ബിഗോണിയ, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ ബിഗോണിയാസിന്റെ പൂക്കൾ ഉണ്ടാകുന്ന സമയത്ത് എപ്പോഴും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമ്മൾ നഴ്സറി പോയ സമയത്ത് നമുക്ക് നല്ലൊരു വെറൈറ്റി ബിഗോണിയ നമ്മൾ കണ്ടു. അപ്പോൾ ആ ബിഗോണിയയുടെ പേരാണ് ട്യൂബറസ് ബിഗോണിയ, ട്യൂബർ ഹൈബ്രിഡ് ബിഗോണിയ എന്നൊക്കെ പേരുണ്ട്. തമ്പനയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത്രയ്ക്ക് ഭംഗിയുള്ള, നല്ല ഭംഗിയിൽ നിൽക്കുന്ന ഒരു ബിഗോണിയ പ്ലാന്റ് ആണ്. ഏകദേശം നമ്മുടെ റോസിൻ്റെയൊക്കെ ഫ്ലവറിനോട് സാമ്യം തോന്നുന്ന രീതിയിൽ നല്ല ഭംഗിയിൽ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പം ട്യൂബർ ഹൈബ്രിഡ് ബിഗോണിയയുടെ ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ പ്ലാന്റിനെ പറ്റി നമുക്ക് കൂടുതലായിട്ട് അറിയില്ല. നമ്മൾ ഈ പ്രാവശ്യം നഴ്സറി പോയ സമയത്താണ് ഈ ഒരു പ്ലാന്റിൻ്റെ വെറൈറ്റി കാണാനിടയായത്. അപ്പോൾ ആ കിട്ടിയ സമയത്ത് തന്നെ നമ്മൾ അതിൻ്റെ മാക്സിമം കളേഴ്സ് എല്ലാം കളക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുകയുണ്ടായി. അങ്ങനെ ഏകദേശം 5ഓളം കളേഴ്സാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം ഈ ഒരു പ്ലാന്റിൻ്റെ പോട്ടിങ്ങും കാര്യങ്ങളും കെയറിങ്ങും ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ബിഗോണിയെ പറ്റി അറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളോട് ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. കമൻറ്റിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ട്യൂബറസ് ബിഗോണിയ അല്ലെങ്കിൽ ട്യൂബർ ഹൈബ്രിഡ് ബിഗോണിയ എന്നൊക്കെ അറിയപ്പെടുന്ന ബിഗോണിയ പ്ലാന്റ്. അപ്പോൾ ഇതൊരു ഹൈബ്രിഡ് ഐറ്റമാണ് കേട്ടോ. നമ്മുടെ ബിഗോണിയ പ്ലാന്റിൻ്റെ ഒരു ഹൈബ്രിഡ് ആയിട്ടുള്ള ഐറ്റമാണിത്. അപ്പോൾ ഇതിൻ്റെ ഫ്ലവേഴ്സ് തന്നെ കണ്ടില്ലേ, നല്ല ഭംഗിയിൽ നല്ല റോസാ പൂക്കൾ പോലെ നിൽക്കുന്ന ഫ്ലവേഴ്സാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് കണ്ടില്ലേ, ഇലയിൽ നിന്ന് തന്നെ പൂവ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊരു ബാക്കിയുള്ള പ്ലാന്റിലൊന്നും അങ്ങനെ കണ്ടില്ല, എല്ലാം സെപ്പറേറ്റ് ആണ് പൂവ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ആ ഒരു പ്ലാന്റിൽ നമുക്ക് ഇലയിൽ നിന്ന് തന്നെ പൂവുണ്ടായിട്ടുള്ളതായിട്ട് കണ്ടു. അപ്പം അതൊരു വെറൈറ്റി തന്നെയാണ്. അത് എങ്ങനെ ഉണ്ടായതെന്നൊന്നും അറിയില്ല. അപ്പം അതിൽ നാച്ചുറലായിട്ട് ഉണ്ടായതാണോ അല്ലെങ്കിൽ ഇനി ചെടിക്ക് വല്ല അബദ്ധം പറ്റിയിട്ടുണ്ടായതാണോ എന്നറിയില്ല. അപ്പം ഇതിൻ്റെ 4 കളേഴ്സാണ് നമ്മൾ 5 കളേഴ്സ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ 2 ഏകദേശം സെയിം തന്നെയാണെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ 4 കളേഴ്സാണ് നമ്മുടെ അടുത്ത് ഉള്ളത്. അപ്പോൾ നമ്മൾ നഴ്സറി പോയ സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് നല്ല വെറൈറ്റി ആയിട്ട് കിട്ടിയതാണ്. അപ്പോൾ ലക്കിന് കിട്ടിയതാണ്. ആ സമയത്ത് തന്നെ നമ്മളത് വാങ്ങിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം കുറച്ച് റേറ്റ് കൊടുത്തിട്ടാണ് നമ്മളിത് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വെറൈറ്റി എവിടെ കണ്ടാലും എത്ര ക്യാഷ് കൊടുത്തിട്ടാണെങ്കിലും നിങ്ങളത് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നമുക്ക് ആ ഒരു വെറൈറ്റി നമ്മുടെ കയ്യിൽ മാത്രമേ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വാങ്ങിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ കെയറിങ്ങിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബിഗോണി പ്ലാന്റിന് കൊടുക്കുന്ന കെയറിങ്ങുമായിട്ട് ഏകദേശം സാമ്യമുള്ള ഒരു കെയറിങ് തന്നെ ഈ ഒരു പ്ലാന്റിന് കൊടുത്താൽ മതി. അതായത് ഇതൊരു ഷെയ്ഡ് ലവിങ് പ്ലാന്റ് ആണ്. ഒത്തിരി സൺലൈറ്റ് ഉള്ള സ്ഥലത്ത് ഈ ഒരു പ്ലാന്റ് വെക്കാനായിട്ട് പാടില്ല. അതായത് ഇൻഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റ് കിട്ടുന്ന, രാവിലത്തെ ഒരു സൺലൈറ്റ് ഒക്കെ കിട്ടുന്ന രീതിയിലുള്ള ഒരു സ്ഥലത്ത് വേണം നമ്മുടെ ഈ ഒരു പ്ലാന്റ് വെക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൽ നിറച്ച് പൂക്കളുണ്ടാവും കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ചെറിയ പ്ലാന്റാണ്, തൈ ഉണ്ടായിട്ട് കുറച്ച് ഒരു ഫ്ലവറിങ് ടൈം ആയി തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല നിറച്ച് പൂക്കൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ നിൽക്കുന്നൊരു പ്ലാന്റാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാന്റ് നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച രീതിയിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് റീപോർട്ട് ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ റീപോർട്ട് ചെയ്യാനായിട്ട് എന്തൊക്കെ ആവശ്യമുണ്ട് നോക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കമ്പോസ്റ്റ് കൂടിയിട്ടുള്ള ചകിരിച്ചോറ്, അതുപോലെ മണ്ണ്, മണൽ, ചാണകപ്പൊടി, ഇത് 3 കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു മിശ്രിതമാണ്. പിന്നെയുള്ളത് നമ്മൾ പെർലൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. പെർലൈറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈർപ്പം തങ്ങി നിൽക്കാതെ നല്ല ഡ്രൈ ആയിട്ട് ഡ്രെയിനേജ് സിസ്റ്റം നന്നായിട്ട് ഇതാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് 3 കൂടി നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് കൊക്കോപീറ്റ്, മണ്ണ്, മണൽ, ചാണകപ്പൊടി, പിന്നെ അതുപോലെ തന്നെ പെർലൈറ്റ്. ഇത് എല്ലാം കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മളൊരു പോട്ടിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ പകുതിയോളം പോട്ട് നിറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള നമ്മുടെ പ്ലാന്റ് ഈ ഫ്ലവറിങ് ആയി യെല്ലോ ആണ് ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം അത് നമുക്ക് അത്യാവശ്യം നല്ലൊരു വലിയൊരു പോട്ടിലേക്ക് വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വലുതാവുന്നൊരു പ്ലാന്റാണ്. നിറയെ പൂക്കളൊക്കെ ഉണ്ടായി നല്ല ബുഷിയായി നിൽക്കുന്ന ഒരു പ്ലാന്റാണ്. അതുകൊണ്ട് അത്യാവശ്യം വലുപ്പമുള്ളൊരു പോട്ടിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക.
അപ്പം കുറച്ച് നന്നായിട്ട് നല്ല റൂട്ടൊക്കെ പോകാൻ സൗകര്യത്തിനുള്ള ഒരു പോട്ടിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. നല്ല ഡ്രെയിനേജ് ഹോൾ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഒത്തിരി വെള്ളം തങ്ങി നിന്നിട്ടുണ്ടെങ്കിൽ ഇതൊരു സക്കുലൻറ്റ് കാറ്റഗറിയിൽ പെടുന്ന പ്ലാന്റ് ആണ്. വെള്ളത്തണ്ടുകളൊക്കെയാണ് ഉള്ളത്, അതുകൊണ്ട് ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. പെർലൈറ്റ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ചീച്ചിലൊക്കെ തടയാനായിട്ട് സാധിക്കും. പിന്നെ ഇതിന് വളങ്ങളായിട്ട് കാര്യമായിട്ടൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ പ്ലാന്റിൻ്റെ ഇവിടെ ചെറിയൊരു ഇലയിൽ ചെറിയൊരു ഡാമേജ് കണ്ടപ്പോൾ അതൊന്ന് വെട്ടിക്കളഞ്ഞതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെടി എപ്പോഴും നല്ല ക്ലീൻ ആക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഒത്തിരി വളങ്ങളൊന്നും നമ്മൾ ഇതിന് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഒത്തിരി വളം കൊടുത്തിട്ടുണ്ടെങ്കിൽ ചീഞ്ഞു പോകാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ ഈ ഒരു പ്ലാന്റ് അധികം കണ്ടിട്ടില്ല. അപ്പം ഇതിന് കെയറിങ് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ കെയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഒത്തിരി വളങ്ങളൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ചെടിക്ക് നാശമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജൈവ വളങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ലിക്വിഡ് രൂപത്തിലുള്ള ജൈവ വളങ്ങൾ, അതായത് പുളിപ്പിച്ച ചാണകം, കടലപ്പിണ്ണാക്ക്, ഇതൊക്കെ ചെറിയ അളവിൽ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ബാക്കിയുള്ള പോട്ട് മിക്സ് ഇതിലേക്ക് ഫില്ലപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ചെടി വാങ്ങിച്ച ആ ഒരു പോട്ട് മിക്സ് നമ്മൾ ഫുള്ളായിട്ട് കളഞ്ഞിട്ടില്ല കേട്ടോ. കാരണം അങ്ങനെ കളഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചെടിക്ക് ഉണ്ടാകുന്നൊരു ഡാമേജ് തടയാൻ വേണ്ടിയിട്ടാണ്. അതായത് അതിൻ്റെ ആ ഒരു കാലാവസ്ഥയിൽ അതിൻ്റെ ആ ഒരു ഇതിൽ നിന്ന് പെട്ടെന്ന് മാറ്റുമ്പോൾ ചിലപ്പോൾ ചെടി നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആ ഒരു പോട്ട് മിക്സ് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഇതിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതുപോലൊരു വൈറ്റ് പോട്ടിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ള പ്ലാന്റ്സ് ഒന്നും ഞാനിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഇതിൻ്റെ അവസ്ഥ നോക്കിയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ കെയറിങ് കൊടുത്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് മാത്രമേ ഞാൻ മറ്റേത് റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പ്ലാന്റിൽ ശ്രദ്ധിക്കാനുള്ളത്. ഒരു ബിഗോണിയ നമ്മൾ ആരും കാണാത്തൊരു വെറൈറ്റിയാണ്. എനിക്കറിയില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ നഴ്സറി പോയ സമയത്ത് നമുക്ക് ലക്കിന് കിട്ടിയതാണ് കേട്ടോ. എപ്പോഴും നമ്മൾ നഴ്സറി പോകുമ്പം ഇത്തരം പ്ലാന്റ്സ് ഒക്കെ നമുക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് പോയ സമയത്ത് നഴ്സറിയിലുള്ള ചേച്ചി തന്നെ നമുക്ക് എടുത്തു തന്നതാണ്. അപ്പം നല്ല വെറൈറ്റി നമ്മൾ കിട്ടുമ്പം ഇവിടെ നിന്നാണെങ്കിലും നമ്മളത് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. എത്ര വിലയാണെങ്കിലും നമ്മൾ കയ്യിലൊരു വെറൈറ്റി ഉണ്ടെന്ന് പറയുമ്പം നമുക്ക് തന്നെ ഒരു എന്താ പറയുക സന്തോഷം തരുന്ന കാര്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നഴ്സറികളിലൊക്കെ പോകുമ്പം ഇത്തരം വെറൈറ്റി പ്ലാന്റ്സ് കാണുമ്പോൾ അത് എത്രയും പെട്ടെന്നാക്കാനായിട്ട് ശ്രമിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൂടാനായിട്ട് മറക്കരുത്. നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ, നല്ല സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും, അതുപോലെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.